ഹലോ, ഞാൻ പ്രീത ചേച്ചി. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോണ്ടന്റിന്റെ റെസിപ്പിയും പിന്നെ പേപ്പർ ടോപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കേക്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ആ പേപ്പർ മെൽറ്റ് ആകാതെ ഇരിക്കും. ഫോണ്ടിന്റെ അടി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫോണ്ടിന്റെ ഇതാണ് അവർ തന്ന മോഡൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഏത് പ്രിന്റ് എടുത്താലും പ്രിന്റിന് ഇച്ചിരി ക്വാളിറ്റി കുറഞ്ഞാൽ പോലും അതിന്റെ അടിയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി ഫോണ്ടന്റ് ആകുമ്പോൾ നമുക്ക് വലിയ റേറ്റ് ഒന്നും ആവില്ല. അങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഇതെല്ലാവർക്കും ചെയ്യാം. പിന്നെ ഞാൻ പ്രീത ചേച്ചി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ ഇന്ന് എൻ്റെ കൊച്ചു അനുഭവങ്ങൾ പറയാൻ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നത് കേട്ടോ. ആരെങ്കിലും നമ്മളൊരു ഹോം ബേക്കറെ സംബന്ധിച്ച് നോക്കിയാൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു തൊഴിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഈ ബേക്കിംഗ് ആണെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ നമ്മളൊരു കേക്ക് ഉണ്ടാക്കി അതിൻ്റെ ഫോട്ടോ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ തന്നെ അത് കഴിച്ചിട്ട് കസ്റ്റമർ പറയുന്ന അതും കൂടെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു ബേക്കിംഗ് എങ്ങനെയാണോ ബേക്കിംഗ് ചെയ്യണമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഈ മേഖലയിൽ വന്ന് ഒരു മിറക്കിൾസ് പോലെ ഞാൻ വന്ന് പെട്ടതാട്ടോ. പക്ഷെ ഇതിനകത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളും ഇങ്ങനെയൊക്കെ വന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ ചക്ക ചിപ്സ് എങ്ങനെ നന്നായിട്ട് വറക്കാം എന്ന് പഠിക്കാൻ പോയ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ പഠിക്കാൻ പോയയിടത്തുനിന്ന് ഔപചാരികമായിട്ട് ആ കോഴ്സിൽ കൂടുതലും ഉണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബേക്കിംഗ് ആയിരുന്നു. പക്ഷെ ആ ബേക്കിംഗ് കണ്ടും ബേക്കിംഗ് ചെയ്തുകൊണ്ടിരുന്ന 2 കുട്ടികൾ ആ കൂടെ ഉണ്ടായിരുന്നു. കുട്ടികൾ എന്ന് പറയത്തില്ല കേട്ടോ, ഞങ്ങൾ അമ്മമാരാണ് എതിർക്കാൻ പോയത്. അത് നല്ലൊരു ത്രില്ലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോയിൽ ഓരോ ഡെക്കറേഷൻ പറയുമ്പോൾ നിങ്ങളോട് എൻ്റെ കഥ പറയാം. കാരണം നല്ലൊരു മോട്ടിവേഷനാണ്. പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്ന് കാണിക്കുന്ന കുറേ അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ടാണ്. പിള്ളേർ പറയും നമ്മുടെ KFC എങ്ങനെയാണ് ഇത്രയും വലുതായത് 60ാമത്തെ വയസ്സിൽ, അതുകൊണ്ട് അമ്മയ്ക്ക് ഇതൊന്നും ബാധകമല്ല, അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്താണോ അമ്മ ചെയ്തു എന്ന് എനിക്ക് നല്ല മോട്ടിവേഷൻ കിട്ടി. ആ മോട്ടിവേഷനും കിട്ടാൻ ഞാൻ ഇങ്ങനെ ആയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഈ ഫോണ്ടന്റും പേപ്പറും കൂടെ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ഫോണ്ടന്റ് സാധാരണ നമ്മൾ കേക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതും പേപ്പറും അതും കൂടി ഒട്ടിക്കുന്നതും വൈറ്റ് ചോക്ലേറ്റ് വെച്ചാൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അവിടെ സ്റ്റിക്കായിട്ടിരുന്നോളും. യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ടുള്ള ഈർപ്പം ഇങ്ങോട്ട് പുറത്ത് വന്നിട്ട് നമ്മുടെ ആ പേപ്പർ ടോപ്പറിന് യാതൊരു കുഴപ്പമില്ല. പേപ്പറിന്റെ ഒരു അംശവും നമ്മുടെ കേക്കിലേക്കും വരില്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും.